കഥയുടെ തുടക്കത്തിൽ തന്നെ അലക്സ ഡേവിഡിനോട് ചോദിക്കുകയാണ്, മരണത്തിൽ പോലും നീ എന്നോടൊപ്പം കാണുമോ എന്ന്. എന്നാൽ ക്രിസ്റ്റഫർ എന്ന് പേരുള്ള ലാൻഡ്ലോർഡ് അവരെ കൊല്ലാനായി ഒരുങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ക്രിസ്റ്റഫറും എല്ലാം മാഞ്ഞുപോയി. എന്നാൽ ഇതെല്ലാം മിരാൻഡ എന്ന ഫേമസ് റൈറ്ററുടെ ക്യാരക്ടേഴ്സ് ആണ്. മിരാൻഡയുടെ ഹസ്ബൻഡ് ജോൺ ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ഹസ്ബൻഡ് മരിച്ച ശേഷമാണ് മിരാൻഡ നോവലൊക്കെ എഴുതാൻ തുടങ്ങിയത്. തന്റെ പുതിയ നോവലിന്റെ ക്ലൈമാക്സും എഴുതി പ്രസിദ്ധീകരിച്ച ശേഷം അത് അമേരിക്ക മുഴുവൻ ഫേമസ് ആയി. അങ്ങനെ മിരാൻഡയുടെ ബുക്കിന്റെ പബ്ലിഷർ ആയ ആലിസൺ മിരാൻഡയുടെ ബുക്കിന്റെ ഒരു ബുക്ക് ടൂർ വെച്ചിരിക്കുകയാണ്. എന്നാൽ മിരാൻഡയ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ ആലിസൺ പറയും, നീ ജസ്റ്റ് ഒന്ന് അവിടം വരെ വന്നാൽ മതി, നിന്നെ കാത്ത് ഒരുപാട് ഫാൻസ് കാത്തിരിപ്പുണ്ടെന്ന്. അങ്ങനെ മിരാൻഡ സ്റ്റേജിലേക്ക് പോകും. മിരാൻഡയെ കാത്ത് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ മിരാൻഡയെക്കാളും കൂടുതൽ അവിടെ കയ്യടി നേടിയത് മിരാൻഡയുടെ നോവലിലെ കവർ പേജിലെ മോഡലിനാണ്. മിരാൻഡയുടെ നോവലിലെ നായകന്റെ മുഖവും ഇവന്റേത് തന്നെയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മിരാൻഡയുടെ ബുക്കിനെ പറ്റി ചോദിക്കുന്നതിന് പകരം ആ മോഡലായ അലനോടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നാൽ തന്റെ ബുക്കിനെ പറ്റി മോഡലിനോട് ചോദിച്ചത് മിരാൻഡയ്ക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നാൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞ് മിരാൻഡ അവിടെ നിന്ന് എണീക്കുമ്പോൾ മിരാൻഡയുടെ കൈ അലന്റെ ഹെയറിൽ കൊടുങ്ങും. അത് വിഗാണെന്ന് അറിഞ്ഞിട്ടും അവൾ മനഃപൂർവ്വം അത് വലിച്ചൂരിയ ശേഷം അബദ്ധം പറ്റിയതാണെന്ന് പറയും. അലൻ അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുന്നിൽ നാണം കെടും. എന്നാൽ ബുക്കിന്റെ പബ്ലിഷറായ ആലിസൺ മിരാൻഡയോട് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. എന്നാൽ ദേഷ്യം വന്ന മിരാൻഡ അവിടെ നിന്ന് എണീച്ചു പോകും. അലൻ മിരാൻഡയുടെ പിറകെ ചെന്ന് അവളെ സമാധാനിക്കാൻ നോക്കുമെങ്കിലും അടുത്ത ബുക്കിന്റെ സ്റ്റോറിയിൽ നിന്റെ ക്യാരക്ടറിനെ കൊല്ലുമെന്ന് മിരാൻഡ പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന അലൻ നീ ഒരു ജീവിച്ചിരിക്കുന്ന ശവമാണ് എന്ന് അവളോട് പറയും. ദേഷ്യം വന്ന മിരാൻഡ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരും. അലനോടുള്ള ദേഷ്യത്തിൽ പുറത്തേക്ക് വന്ന മിരാൻഡ അവിടെ ഇരുന്ന ബേസ്റ്റ് വിൻ ചവിട്ടി താഴെ ഇടും. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിയോട് പറയും, ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചോളാം, എനിക്കൊരു ഊബർ വിളിച്ചു തരുമോ എന്ന്. എന്നാൽ താൻ മിരാൻഡയോട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് തോന്നിയ അലൻ ഉടനെ തന്നെ സോറി പറയാനായി അവളുടെ പിന്നാലെ ചെല്ലും. എന്നാൽ ആ കാറിൽ കയറിയപ്പോഴാണ് മിരാൻഡയ്ക്ക് മനസ്സിലായത് ഇവർ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന്. അവർ ഉടനെ തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പോയി. എന്നാൽ അത് കണ്ടപ്പോൾ അലൻ എന്തോ പന്തികേട് തോന്നി. അപ്പോഴാണ് മിറാൻഡ വിളിച്ച ഊബർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മിരാൻഡയെ കൊണ്ടുപോയ വണ്ടി ഏതെന്നറിയാതെ അലൻ കൺഫ്യൂസ്ഡ് ആയി. എന്നാൽ അവിടെ നിന്ന് മിരാൻഡയെ അവർ കൊണ്ടുപോയത് അമേരിക്കയിലെ ബില്യണയറായ ഫെയർഫാക്സിന്റെ അടുത്തേക്കാണ്. ഫെയർഫാക്സ് മിരാൻഡയെ കണ്ട ഉടനെ തന്നെ, മേഡം ഞാൻ നിങ്ങളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്, വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് മിരാൻഡ പറയുന്നത്, ആ മൊട്ടത്തലയൻ മീശ വെച്ചവനെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പ്രാങ്ക് ആണ്, നിങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ ഇവിടെയെന്ന്. എന്നാൽ അപ്പോഴാണ് ഫെയർഫാക്സ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു റൈറ്റിംഗ്സ് കൊണ്ടുവന്ന ശേഷം, നിങ്ങളുടെ നോവലിൽ ഈ റൊമാൻറ്റിക് റൈറ്റിംഗ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഈ റൈറ്റിംഗ്സ് വായിക്കുകയാണെങ്കിൽ അന്നത്തെ രാജാവ് വളരെയധികം വിലപിടിപ്പുള്ള ഒരു കിരീടം അയാളുടെ രാജ്ഞിക്ക് കൊടുത്തിരുന്നു. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയും, പക്ഷെ ഇത് വായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന്. എന്നാൽ എന്റെ മരിച്ചുപോയ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ സ്റ്റോറി എഴുതിയത്, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല എന്ന്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ കഥയിലെ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഫെയർഫാക്സിന്റെ കൂട്ടാളികൾ മിരാൻഡയെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നാൽ മിരാൻഡയെ കാണാതെ ആലിസണും അലനും മിരാൻഡയുടെ ഫ്രണ്ടും എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. മിരാൻഡയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അപ്പോഴാണ് അലൻ പറയുന്നത്, ഇതിന് പറ്റിയ ഒരാളെ എന്റെ കയ്യിലുണ്ട്, അയാളുടെ പേര് ജാക്ക് റീഡർ എന്നാണ്, നമുക്ക് അയാളെ വിളിക്കാമെന്ന്. ഉടനെ തന്നെ അവർ ജാക്ക് ട്രെയിനറെ വിളിക്കും. ഫേമസ് റൈറ്റർ മിറാൻഡയെ തട്ടിക്കൊണ്ടുപോയി അവളുടെ കയ്യിൽ ഫോണൊന്നുമില്ല, അവളെ എങ്ങനെ കണ്ടെത്തുമെന്ന് ഫോണിൽ അവർ ജാക്ക് റീഡറോട് ചോദിക്കും. അവളുടെ കയ്യിലെ സ്മാർട്ട് വാച്ച് ട്രേസ് ചെയ്താൽ മതി അവൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ എന്ന് പറയും. ആലിസൺ ഉടനെ തന്നെ അവളുടെ സ്മാർട്ട് വാച്ച് ട്രേസ് ചെയ്യുമ്പോൾ അറ്റ്ലാന്റിക് സീയിലെ ഒരു ദ്വീപിലാണ് ഉള്ളത്. ഉടനെ തന്നെ അലനോട് നീ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് ജാക്ക് റീച്ചർ പറയും. അങ്ങനെ മിരാൻഡയ്ക്ക് ബോധം വരുമ്പോൾ അവൾ ഉള്ളത് ഒരു ഫ്ലൈറ്റിലാണ്. ഫെയർഫാക്സ് പറയും, നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ ഉടനെ തന്നെ വിടാം, നീ ആ ക്രൗൺ എവിടെയുണ്ടെന്ന് എനിക്കത് വായിച്ച് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ ആ ദ്വീപിൽ ലാൻഡ് ചെയ്യും. അപ്പോഴും മിറാൻഡയ്ക്ക് ആ മയക്കുമരുന്നിന്റെ ഹാങ് ഓവർ വിട്ടുമാറിയിരുന്നില്ല. അങ്ങനെ ആ കാട്ടിലൂടെ രാത്രി ഒരുപാട് താമസിച്ച് അവർ ആ സ്ഥലത്താണ് മിറാൻഡ തന്റെ നോവലിൽ ഉള്ളതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ സ്ഥലം കാണുന്നത്. അവൾ അതെല്ലാം കണ്ട് വണ്ടർ അടിച്ചു നിൽക്കും. അവളെ കൊണ്ടുപോയി ഫെയർഫാക്സ് ഒരു സ്ഥലത്ത് കെട്ടിയിട്ട ശേഷം പറയും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥലം ഞാൻ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തത് ആ ക്രൗൺ എവിടെ ഉണ്ടെന്ന് അറിയാനാണ്. നീ എനിക്ക് ഈ റൈറ്റിംഗ്സ് വായിച്ച് അത് എവിടെ ഉണ്ടെന്ന് നാളെ തന്നെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഫെയർഫാക്സും കൂട്ടാളിയും അവിടെ നിന്ന് പോകും. എന്നാൽ അടുത്ത ദിവസം തന്നെ അലൻ മിരാൻഡയെ രക്ഷിക്കാനായി ആ ഐലൻഡിൽ എത്തിയിരുന്നു. അലനെ കാത്ത് ജാക്ക് ട്രെയിനർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജാക്ക് ട്രെയിനർ അലന്റെ അടുത്തേക്ക് വന്ന ശേഷം പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോനെ, അവളുടെ സ്ഥലം ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോകുന്നു, ഞാൻ അവളെ രക്ഷിക്കുന്നു, നീ എനിക്ക് പണം തരുന്നു, എല്ലാം സെറ്റല്ലേ എന്ന് ചോദിച്ചു ജാക്ക് റീച്ചർ അലനെയും തന്റെ കാറിൽ കൂട്ടി ആ സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഫെയർഫാക്സ് മിരാൻഡയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. മിറാൻഡയെ വിളിച്ചുണർത്തിയ ശേഷം ആ ക്രൗൺ എവിടെ ഉണ്ടെന്ന് നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ മിറാൻഡ പറയും, ഇതിന്റെ പകുതി കീറിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല എന്ന്. നിന്റെ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ മര്യാദയ്ക്ക് 1 മണിക്കൂറിനുള്ളിൽ പറയണമെന്ന് പറഞ്ഞ് ഫെയർഫാക്സ് അവിടെ നിന്ന് പോകും.
അങ്ങനെ ഏകദേശം മിരാൻഡയുള്ള സ്ഥലത്തെത്തുമ്പോൾ അലൻ ജാക്ക് റീച്ചറോട് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവളെ രക്ഷപ്പെടുത്താൻ വന്നത് എന്ന് അവളോട് പറയണമെന്ന് പറയും. എന്നാൽ ജാക്ക് റീച്ചർ പറയും, നീ തൽക്കാലം ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ജാക്ക് റീച്ചർ ആ ഹൈലി സെക്യൂർഡായ സ്ഥലത്തേക്ക് ഓടിക്കയറും. അതിനുശേഷം അവിടെയുള്ള ഒരുത്തനെ ഇടിച്ച ശേഷം സെക്യൂരിറ്റികളെ എല്ലാവരെയും ബോധം കെടുത്തി അവിടെയുള്ള വണ്ടിയിലെല്ലാം ബോംബ് വയ്ക്കും. അതിനുശേഷം മിറാൻഡയുള്ള ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് പിറകെ അലൻ വരുന്നത് ജാക്ക് കാണുന്നത്. പേടിക്കേണ്ട, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാനൊരു ധൈര്യത്തിന് കൂടെ വരാമെന്ന് അലൻ ജാക്കിനോട് പറയും. എന്നിട്ട് തൊട്ടടുത്ത എനിമീസ് ഉള്ള ബിൽഡിങ്ങിലേക്ക് നടന്നു കയറിയ അലൻ അവിടെയുള്ളവനെ അടിച്ചു വീഴ്ത്തും. അലൻ അവനെ പതിയെ താഴേക്ക് വലിച്ചിടും. അതേസമയം വീണ്ടും ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ജാക്ക് അവനെയും അടിച്ചു വീഴ്ത്തിയ ശേഷം ഒരു തെങ്ങിൽ കൂടി ഓടിക്കേറി മിരാൻഡയുള്ള ബിൽഡിങ്ങിലേക്ക് എത്തും. മിരാൻഡയുടെ അടുത്ത് വന്ന് ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അലനും അങ്ങോട്ടേക്ക് എത്തും. അലൻ മിരാൻഡയോട് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ നിന്നെ രക്ഷിക്കാൻ വന്നതെന്ന്. അപ്പോഴേക്കും എനിമീസ് അങ്ങോട്ടേക്ക് വരും. മിരാൻഡ ആ റൈറ്റിംഗ്സ് ആരും കാണാതെ എടുത്തിരുന്നു. അലനും ജാക്കും കൂടി മിരാൻഡയുടെ കെട്ടഴിക്കാതെ അവിടെ നിന്ന് അവളെയും കൊണ്ട് ഓടി രക്ഷപ്പെടും. ഇങ്ങനെ മിരാൻഡയും എടുത്ത് അലനും ജാക്കും കൂടി കാറിന്റെ അടുത്ത് എത്തുമ്പോൾ മിരാൻഡ ഒരുപാടധികം പേടിച്ചിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ അടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ജാക്ക് മിരാൻഡയെ വളയ്ക്കാൻ നോക്കുകയാണ്. അവന്റെ പഞ്ചാരടി ജാക്കിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പെട്ടെന്ന് ഫെയർഫാക്സിന്റെ ആളുകൾ അവിടെ എത്തി ജാക്കിനെ വെടിവെച്ചു. എന്നാൽ അവർ വീണ്ടും അലന് നേരെ വെടിവെക്കുമ്പോൾ താഴെ കിടക്കുന്ന മിരാൻഡയുടെ കെട്ടടിക്കാൻ അലൻ നോക്കുമെങ്കിലും അപ്പോൾ അത് കഴിയില്ല. അവൻ അവളെ എടുത്ത് കാറിനുള്ളിലേക്ക് കയറ്റി. ചെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഡോർ അടയ്ക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവളെ കാറിൽ കയറ്റി വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോഴാണ് തൊട്ട് ഫ്രണ്ടിൽ ഒരു കുഴി കാണുന്നത്. അലൻ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിക്കും. ജസ്റ്റിനെ ആ കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുമെങ്കിലും അലൻ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ മിരാൻഡയെ കാണാനില്ല. മിരാൻഡ ആ കുഴിയിൽ പോയെന്നും പറഞ്ഞ് അവൻ വിഷമിച്ച് അവിടെ നിൽക്കും. എന്നാൽ മിരാൻഡ തൊട്ടടുത്ത് തന്നെ തെറിച്ച് കിടപ്പുണ്ടായിരുന്നു. മിരാൻഡയുടെ കെട്ടഴിക്കുമ്പോൾ അവൾ പറയും, ഉടനെ തന്നെ നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയ ശേഷം അവരോട് കാര്യം പറഞ്ഞിട്ട് ആലിസിനെ വിളിച്ച് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറയണം എന്ന് മിരാൻഡ അലനോട് പറയും. അതിനുശേഷം അവർ ആ കാറിന്റെ അടുത്തേക്ക് വന്ന് കാറിന്റെ ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ കാർ ആ മലയുടെ വക്കിൽ നിന്ന് താഴേക്ക് വീഴും. എന്നാൽ മിരാൻഡ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഫെയർഫാക്സ് അവളെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ റൈറ്റിംഗ്സും അവളെ എടുത്തുകൊണ്ട് പോയിരുന്നു. അവളെ ഉടനെ തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരണമെന്ന് ഫെയർഫാക്സ് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം ആലിസൺ തന്റെ റൈറ്ററായ മിറാൻഡയെയും മിറാൻഡയുടെ മോഡലായ അലനെയും കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ ഇവന്മാരെ കൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ആലിസന് അപ്പോൾ തന്നെ മനസ്സിലായി. ഇതേ സമയം അലനും മിറാൻഡയും ആ മലയൊക്കെ ഇറങ്ങി ആ കാറ് മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. കാറിൽ നിന്ന് തെറിച്ചു വീണ തന്റെ ബാഗിനകത്താണ് അലന്റെ മരുന്നെല്ലാം ഉള്ളത്. മിറാൻഡ ആലിസിനെ വിളിക്കാനായി കാറിൽ നിന്ന് ഫോൺ തപ്പിയെടുക്കുമ്പോൾ ആ ഫോൺ ആകെപ്പാടെ പൊട്ടിപ്പോയിരുന്നു. അലൻ മിറാൻഡയ്ക്ക് തന്റെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് കൊടുത്ത ശേഷം തന്റെ കയ്യിൽ മാപ്പ് ഉണ്ട്, നമുക്ക് മാപ്പ് നോക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നടക്കാൻ തുടങ്ങും. എന്നാൽ തന്റെ ബുക്കിലൂടെ താൻ എഴുതിയ സ്ഥലം നേരിട്ട് കണ്ടതിൽ വണ്ടറടിച്ച് നടക്കുകയാണ് മിറാൻഡ. അപ്പോഴാണ് ആരൊക്കെയോ തന്നെ പിന്തുടർന്ന് വരുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. അവർ അവിടെ നിന്ന് ഓടി നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അലൻ തനിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞ് മിറാൻഡ അവനെ വലിച്ചു കൊണ്ടുപോകും. എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിയ കൊള്ളക്കാരന്മാർ മിറാൻഡയുടെ ഡ്രസ്സിന്റെ ഗ്ലിറ്റേഴ്സ് കിടക്കുന്നത് കണ്ട് അവർ ഈ വെള്ളത്തിലൂടെയാണ് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് ദൂരം ആ നദിയിലൂടെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവർ ഒരു സ്ഥലത്ത് കയറി നിൽക്കുമ്പോഴാണ് മിറാൻഡ കാണുന്നത് അലന്റെ ഷർട്ടിന്റെ ബാഗിൽ കുറെ അട്ടകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണും. അലൻ ഉടനെ തന്നെ പേടിച്ച് ഷർട്ട് ഊരും. ആ അട്ടകളെല്ലാം മിറാൻഡ എടുത്ത് മാറ്റിയ ശേഷം ഉടനെ തന്നെ അലൻ തന്റെ പാന്റും ഊരും. മിറാൻഡ അവിടെ നിന്നും അവന്റെ അട്ടകളെല്ലാം എടുത്ത് മാറ്റി കൊടുക്കും. അലന് വലിയ ബോഡിയൊക്കെ ഉണ്ടെങ്കിലും ആളൊരു നിഷ്കളങ്കനാണ്. ഇതേ സമയം ആ ഭീകരന്മാർ അലനെയും മിറാൻഡയും തേടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും അലനും മിറാൻഡയും നേരെ എത്തുന്നത് മനോഹരമായ ഒരു അരുവിയുടെ അടുത്താണ്. അപ്പോഴാണ് മിറാൻഡ കാണുന്നത് തന്റെ കയ്യിലുള്ള റൈറ്റിംഗ്സിന്റെ എക്സാക്ട് കോപ്പി അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. മിറാൻഡ അലനെയും വിളിച്ച് ആ ട്രഷറിനെ പറ്റി എഴുതിയിരിക്കുന്നത് അവന് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഭീകരന്മാർ അങ്ങോട്ടേക്ക് എത്തും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ മല വലിഞ്ഞടിച്ച് കയറും. മലയുടെ മുകളിൽ എത്തിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷിക്കും. എന്നാൽ ഇതേ സമയം അലനെയും മിറാൻഡയും അന്വേഷിച്ച് അലിസൺ ആ ഐലൻഡിലേക്ക് വരാനായി ഒരുങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം രാത്രിയായതിനാൽ അലനും മിറാൻഡയും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അലന്റെ മുതുകിലെ അട്ടകടിച്ച സ്ഥലത്ത് തന്റെ ബാഗിലെ ഫേസ് മാസ്ക് ഉപയോഗിച്ച് അലന്റെ ബാക്കിൽ മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങി. എന്നാൽ അപ്പോഴും അലനെയും മിറാൻഡയും അന്വേഷിച്ച് ആ ഭീകരന്മാർ കാട്ടിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഫെയർഫാക്സ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന സൈമൺ എന്ന് പറഞ്ഞവനോട് ചോദിക്കും, നീ അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്നും പറഞ്ഞ് അവനെ ഒരുപാട് തെറി പറയും. എന്നാൽ അലിസൺ ഐലൻഡിലേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആൾ പറയും, ഫ്ലൈറ്റ് ഇനി നാളെയേ ഉള്ളൂ, ഇന്ന് പോകാൻ കഴിയില്ല എന്ന്. അപ്പോഴേക്കും ഒരുത്തൻ വന്ന ശേഷം പറയും, എന്റെ ഒരു കാർഗോ ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ മേഡത്തെ അങ്ങോട്ടേക്ക് ആക്കാമെന്ന്. എന്നാൽ ഇതേ സമയം
മിറാൻഡ ആ റൈറ്റിംഗ്സ് വായിച്ചു കണ്ടിരിക്കുന്നത് കണ്ട് അലൻ അങ്ങോട്ടേക്ക് ചെന്ന് നീ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കും. എന്നാൽ നീ വെറുമൊരു മോഡലല്ലേ, നിനക്ക് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മിറാൻഡ അലനെ കളിയാക്കും. അലന് അത് ഒരുപാട് വിഷമമാകും. എന്നാൽ അപ്പോഴേക്കും അവരെ പിന്തുടർന്ന് ആ ഭീകരന്മാർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒരുവിധം അവർ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് മിറാൻഡയുടെ ഉടുപ്പ് വെച്ചൊരു ട്രാപ്പ് ഉണ്ടാക്കി അവരെ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് മിറാൻഡയും അലനും അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അങ്ങനെ രാത്രി ആ വനത്തിലൂടെ നടന്ന് രാവിലെയാകുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഗ്രാമം അവർ കാണും. അവർ അങ്ങോട്ടേക്ക് നടന്നെത്തും. അവിടെ എത്തിയ ശേഷം മിറാൻഡ ആലിസൺ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയും ഞങ്ങൾ സേഫായി ഇവിടെ എത്തിയിട്ടുണ്ട്, നീ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇതിനുശേഷം മിറാൻഡ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ അലൻ അവിടെയുള്ള ഒരു മുത്തശ്ശിയുമായി ഡാൻസ് ചെയ്യുകയാണ്. അവൾക്ക് അവന്റെ ഇന്നസെൻസ് കണ്ട് ചെറിയൊരു അട്രാക്ഷൻ തോന്നും. എന്നാൽ അപ്പോഴേക്ക് മിറാൻഡ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ മുത്തശ്ശി മിറാൻഡയെ വിളിച്ച് അലനോടൊപ്പം ഡാൻസ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യുന്നതിനിടയിൽ മുത്തശ്ശി എന്തോ ഒരു വേർഡ് പറയും. മിറാൻഡ അവരടുത്ത് ചെന്ന് അതിനെക്കുറിച്ച് ചോദിക്കും. അതിനുശേഷം അലന്റെ അടുത്ത് വന്ന് പറയും ആ മുത്തശ്ശി പറഞ്ഞത് സിംഹോൾ എന്നൊരു സ്ഥലത്തെ കുറിച്ചാണ്, അവിടെയാണ് ആ ട്രഷർ ഉള്ളത് എന്ന്. എന്നാൽ അലൻ പറയും മാപ്പിൽ ഞാൻ സിംഹോൾ എന്നൊരു സ്ഥലം കണ്ടു, നമുക്ക് ഉടനെ തന്നെ ആ ട്രഷർ ഉള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അലൻ ബാഗ് എടുക്കാനായി പോകും. എന്നാൽ അലൻ ബാഗ് എടുത്ത് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഫെയർഫാക്സിന്റെ ആളുകൾ വന്ന് മിറാൻഡയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകും. അതിനുശേഷം ഫെയർഫാക്സ് അവളോട് പറയും നീ മര്യാദയ്ക്ക് ആ ട്രഷർ ഉള്ള സ്ഥലം എനിക്ക് കാണിച്ചു തരണമെന്ന്. അപ്പോഴേക്കും പിന്നാലെ ഒരു ബൈക്കും എടുത്ത് അലൻ വരുന്നുണ്ടായിരുന്നു. അലൻ മിറാൻഡയെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയിലേക്ക് ചാടി കയറുമെങ്കിൽ വണ്ടിയുടെ മുകളിൽ ഒരുത്തനുമായി ഫൈറ്റ് ആവും. എന്നാൽ അപ്പോഴേക്കും ഫെയർഫാക്സിന്റെ കൂട്ടാളികൾ അങ്ങോട്ടേക്ക് വന്ന് അലനെയും ട്രാപ്പ് ചെയ്യും. അലനെയും മിറാൻഡയെയും കൊണ്ട് ആ ട്രഷർ ഉള്ള സ്ഥലത്തേക്ക് അവർ പോകും. അങ്ങനെ കിരീടമുള്ള സ്ഥലത്തേക്ക് ഫെയർഫാക്സിനെയും കൂട്ടി മിറാൻഡയും അലനും എത്തും. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. രാജാവിനെ രാജ്ഞിയെ അടക്കിയിരിക്കുന്ന കുഴിമാടത്തിലാണ് ആ വിലപിടിപ്പുള്ള ക്രൗൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഫെയർഫാക്സ് അവരെ കൊണ്ട് തന്നെ ആ കുഴിമാടത്തിന്റെ കല്ല് തള്ളി മാറ്റിച്ചു. എന്നാൽ ആ കുഴിമാടം തുറന്ന ഫെയർഫാക്സ് കണ്ടത് ആ രാജ്ഞിയുടെയും രാജാവിന്റെയും സ്കെൽട്ടൺ ആണ്. എന്നാൽ ആ രാജ്ഞിയുടെ കിരീടത്തിൽ ഉണ്ടായിരുന്നത് വിലപിടിപ്പില്ലാത്ത ഷീഷെൽസ് ആണ്. എന്നാൽ അപ്പോഴാണ് മിറാൻഡ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടത് രാജ്ഞിയുടെ കിരീടം നിർമ്മിച്ചിരിക്കുന്നത് സീഷെൽസ് കൊണ്ടാണ്. രാജ്ഞിയോടുള്ള സ്നേഹം കൊണ്ടാണ് രാജാവ് ആ കിരീടത്തെ വിലമതിക്കാനാവാത്തതെന്ന് പറഞ്ഞത്. ഇത് കേട്ട ഫെയർഫാക്സിന് ഭ്രാന്ത് പിടിച്ചു. മിറാൻഡയോട് അലനോടും ദേഷ്യം തോന്നിയ ഫെയർഫാക്സ് അവരോട് ആ ശവക്കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി കിടക്കാൻ പറഞ്ഞു. അതിനുശേഷം തന്റെ സഹായിയായ സൈമനെ കൊണ്ട് ആ ശവകുടീരത്തിന്റെ കല്ലടപ്പിച്ചു. എന്നാൽ തന്നെ ഒരുപാടധികം ഉപദ്രവിച്ച ബോസിനോടുള്ള ദേഷ്യം കാരണം സൈമൺ ഫെയർഫാക്സിനെ ആ ഐലൻഡിലാക്കിയ ശേഷം ബോട്ടും എടുത്തുകൊണ്ട് പോകും. എന്നാൽ അപ്പോഴേക്കും മിറാൻഡയെ അന്വേഷിച്ച് ആലിസൺ ബോട്ടുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഫെയർഫാക്സ് ആ ബോട്ടിനെ നോക്കി തന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു കൂവി. എന്നാൽ ശവക്കല്ലറയിൽ ഉണ്ടായിരുന്ന അലൻ തന്റെ കയ്യിലുള്ള ഫ്ലാഷ് ലൈറ്റ് കത്തിക്കും. അപ്പോഴേക്കും മിറാൻഡ പറയും നമ്മൾ രണ്ടുപേരും ഇവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന്. അപ്പോഴാണ് ആ ശവക്കല്ലറക്കിൽ നിന്നും ഒരു കമ്പി കിട്ടുന്നത്. സൈമൺ ആ കല്ലറ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ളിൽ ഒരു കമ്പി ഇട്ടിരുന്നു. അവർ രണ്ടുപേരും ആ കല്ലറ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അഗ്നിപർവ്വതം പൊട്ടിയിരുന്നു. എന്നാൽ മിറാൻഡയും അലനും വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മിറാൻഡയ്ക്ക് നീന്താൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് നീന്തി പുറത്തേക്ക് വന്നു. എന്നാൽ നീന്തലറിയാത്ത അലനെ കാണാത്തതിനാൽ അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അലനും അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് സന്തോഷമായി. അപ്പോഴാണ് മിറാൻഡ ബോട്ടിൽ വരുന്നത് കാണുന്നത്. എന്നാൽ ആലിസന്റെ ബോട്ടിൽ ഇരിക്കുന്ന ഫെയർഫാക്സിനെ കണ്ട മിറാൻഡ പറയും ഇവനാണ് ഞങ്ങളെ തട്ടിക്കൊണ്ടു പോയതെന്ന്. ഫെയർഫാക്സ് ബോട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും ബോട്ടിലെ ഹെൽപ്പർ ഫെയർഫാക്സിനെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല. അങ്ങനെ മിറാൻഡയും അലനും അവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തങ്ങളുടെ ബുക്ക് ട്രാവൽ ഇവിടെ നടത്താമെന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മിറാൻഡ അലന്റെ അടുത്തേക്ക് വരുമ്പോൾ അലൻ തന്റെ സ്നേഹം അവളോട് തുറന്നു പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരസ്പരം കിസ് ചെയ്യും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.